ഞാനിപ്പോഴുള്ളത് കല്ലൂർ കിഴക്കേപ്പള്ളിക്ക് മുൻപിലാണ്. തൃശ്ശൂർ ജില്ലയിൽ ആമ്പല്ലൂർ ഭാഗത്തു നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞു പോകുന്ന വഴിയിലാണ് ഈ പള്ളി. കല്ലൂരിൽ 2 പള്ളികളുണ്ട്. ഒന്ന് കിഴക്കേപ്പള്ളിയും പടിഞ്ഞാറപ്പള്ളിയും. ഇത് കിഴക്കേപ്പള്ളി. ഇവിടെ മാലാഖയുടെ തിരുനാളാണ് ഭക്തിപൂർവ്വം കൊണ്ടാടുന്നത്. റഫായേൽ മാലാഖയുടെ തിരുനാൾ. റഫായേൽ മാലാഖയുടെ പേരിലുള്ള തൃശ്ശൂർ ജില്ലയിലെ ഏക പള്ളിയാണ് ഈ കല്ലൂർ കിഴക്കേപ്പള്ളി. തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഒല്ലൂർ മാലാഖയുടെ തിരുനാൾ തന്നെയാണ് വളരെ ഭക്തിപൂർവ്വം കൊണ്ടാടുന്നത്. പക്ഷേ അവിടെ അന്തോണിസ് പുണ്യാളൻ്റെ നാമധേയത്തിലാണ് ആ പള്ളി സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഇവിടെ റഫായേൽ മാലാഖയുടെ നാമധേയത്തിൽ തന്നെയാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് എന്നതാണ് സത്യം. പള്ളിക്ക് മുമ്പിൽ അനേകം ഭക്തജനങ്ങൾ പെരുന്നാൾ കാണുന്നതിനും സംബന്ധിക്കുന്നതിനും വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അനേകം സ്വർണ്ണക്കുരിശുകൾ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. ഇപ്പോൾ പള്ളിയിൽ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പള്ളിക്ക് സൈഡ് ഭാഗത്ത് അനേകം റൈഡറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. വിനോദോപാധികളായിട്ട് ഇവിടെ പലതരം റൈഡറുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അനേകം പേർ അതിൽ കയറി സന്തോഷം പങ്കിടുന്നത് കാണാൻ കഴിയും. ഇത് പള്ളിയുടെ മുൻപിലുള്ള അലങ്കാര പന്തലാണ്. അനേകം ഭക്തജനങ്ങൾ ഇവിടെ ഇപ്പോൾ കൂടിയിട്ടുണ്ട്. അനേകം സ്റ്റാളുകൾ ഇവിടെ തുറന്നിട്ടുണ്ട്. വള, മാല, സ്റ്റേഷനറി മുതലായ ഐറ്റംസ്, അതുപോലെ തന്നെ ഐസ്ക്രീം, മറ്റു പല സ്റ്റാളുകളും ഇവിടെ തുറന്നിട്ടുണ്ട്. ഇന്നും നാളെയുമാണ് കല്ലൂർ കിഴക്കേപ്പള്ളിയിലെ ഈ പെരുന്നാൾ ഭക്തിപൂർവ്വം കൊണ്ടാടുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് പള്ളിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള മാലാഖയുടെ വള അലങ്കരിച്ചിട്ടുള്ള തേരുകളാണ്. 5-6 ഭാഗത്തു നിന്നായിട്ട് തേരുകൾ ഇവിടെ ഇപ്പോൾ സന്നിഹിതമായിട്ടുണ്ട്. അതാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായ വൈദ്യുത അലങ്കാരമാണ് തേരുകളിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. നാം ഇപ്പോൾ പള്ളിക്കകത്താണ്. അൾത്താര വളരെ മനോഹരമായി കുരുത്തോല കൊണ്ടാണ് അലങ്കരിച്ചിട്ടുള്ളത്. വളരെ ഭംഗിയായിട്ടാണ് കുരുത്തോല അലങ്കരിച്ച് വെച്ചിട്ടുള്ളത്. അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണത്. പള്ളിയിൽ അനേകം വിശുദ്ധ രൂപങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ടതാണ് മാതാവിൻ്റെ തിരുസ്വരൂപം, അതുപോലെ യേശുവിൻ്റെ തിരുസ്വരൂപം, മാലാഖയുടെ തിരുസ്വരൂപം. അനേകം ഭക്തജനങ്ങളാണ് പള്ളിക്കകത്ത് പ്രാർത്ഥന നിരതമായിട്ട് ഇരിക്കുന്നത്. പുറത്ത് പ്രദക്ഷിണം നടക്കുകയാണ്. അതിനുശേഷം ചെറിയ തോതിലുള്ള ഒരു വെടികെട്ടും നടത്തപ്പെടുന്നതാണ്. മനോഹരമായ പള്ളിയിലെ അലങ്കാരം. ഇപ്പോൾ പുറത്ത് വെടികെട്ടിന് തീ കൊളുത്തിയിരിക്കുകയാണ്. കാര്യമായിട്ടുള്ള വെടികെട്ടുകളൊന്നുമില്ല. എന്നിരുന്നാലും ഒരു ഗ്രാമവാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് നയനമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്.
വെല്ലൂർ കിഴക്കേപ്പള്ളി സ്ഥിതി ചെയ്യുന്നത് ഒരു ചെറിയ ഗ്രാമത്തിലാണ്. ഇവിടുത്തെ ഭൂരിഭാഗം പേരും കാർഷിക വൃത്തിയിൽപ്പെട്ടവരാണ്. നമുക്കിനി വെടികെട്ടിൻ്റെ നയനമനോഹരമായ കാഴ്ചയിലേക്ക് പോകാം.